ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, രണ്ടാമത്തെ അധ്യായം, ഡെസിമൽ ഫോംസ്, ദശാംശ രൂപങ്ങൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഡെസിമൽ ഫോം നിങ്ങൾക്കറിയാം. ഒരു ഫ്രാക്ഷൻ എഴുതിയിട്ട് ഫ്രാക്ഷൻ്റെ ഡെസിമൽ ഫോം എഴുതാം. ഡെസിമൽ ഫോം തന്നാൽ ഫ്രാക്ഷനിലും എഴുതണം. ദശാംശ രൂപത്തിൽ തന്നിരുന്നാൽ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതണം. ഭിന്നസംഖ്യ തന്നിരുന്നാലും ദശാംശ രൂപത്തിൽ എഴുതാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് 0.71 0.71 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 71 divided by 100. 0.1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1/10. 2.715 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 100 2715. 0.009 എന്ന് പറഞ്ഞാൽ 10 100 1000 ഇങ്ങനെ പോയാൽ മതി. 10ന്റെ അംശം 100ന്റെ അംശം 1000ന്റെ അംശം. അപ്പൊ 1000ൽ 9. ഇതെല്ലാമാണ്. ഇത് നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയാൻ 100, 10, 1000, 10,000, ലാക്ക് ഇങ്ങനെ അങ്ങ് പോകും. ഇനി 1/2ന്റെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.5. നിങ്ങൾക്കറിയാം 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡെസിമൽ ഫോം കിട്ടും. 0. ഇവിടെ നമുക്ക് 1 അപ്പൊ 0 കൊടുക്കാം. അപ്പൊ 10ൽ 5 അങ്ങനെയാണ് നമുക്ക് 0.5 എന്ന് കിട്ടിയത്. അതുപോലെ 1/4 നിങ്ങൾക്കറിയാം. 1/4 എന്ന് പറഞ്ഞാൽ 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 0.25. ഇത് നിങ്ങൾക്കറിയാം. അടുത്ത 3/4 അത് നിങ്ങൾക്കറിയാം 0.75. ഇത് ഡെസിമൽ ഫോം, ഇത് ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോം. അതുപോലെ തന്നെ ഇവിടെ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത് 100, 10, 100, 1000. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് അടുത്ത ദിവസം നോക്ക് 1/3. നമുക്ക് 1/3 നമുക്ക് 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0. ഇവിടെ 0 കൊടുക്കുക. 3, 9, 10, 0, 3, 9, 1 ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകും. അതുകൊണ്ട് 1/3 എന്ന് പറയുമ്പോൾ 0.33 എക്സെട്രാ. ഇത് നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്റർ അപ്പൊ നമുക്ക് 0.333 എക്സെട്രാ ഇതിനെ നമുക്ക് 1/3ക്ക് ഈക്വൽ ആണ്. പക്ഷെ ഇത് നമുക്ക് 1000ലോ ഡിനോമിനേറ്റർ 10ഓ 1000ഓ ഇന്ന് എഴുതാൻ പറ്റുമോ നമുക്ക്? കാരണം എന്താ പറയാ, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതിനൊരു പുതിയൊരു ഫോം നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ അതായത് ഡിനോമിനേറ്റർ നമുക്ക് 10, 100, 1000 ഇങ്ങനെയൊക്കെ മാറ്റുക. അപ്പൊ 10 എന്ന് പറയുന്നത് 10⁻1 പവർ ഓഫ് 10. ഇത് നമുക്ക് 10² 10⁻3 എക്സെട്രാ ഇങ്ങനെ നമുക്ക് എഴുതി പോകാൻ പറ്റും. 10⁻3, 10⁻4, 10⁻5 ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. 10ന്റെ കൃതികൾ. അപ്പൊ 10ന്റെ കൃതി 10. അപ്പൊ ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000 ഇതിന്റെ കൃതികളാക്കി മാറ്റി നമുക്ക് ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ 9ാം ക്ലാസ്സിൽ നമുക്ക് അതിന്റെ പുതിയ ഫോം വേറെ രീതിയിലും ഇതിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്.
അടുത്ത കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു പോണതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 2/3 നമുക്ക് ഡെസിമൽ ഫോമിലാക്കാൻ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും. പക്ഷെ ഇത് നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റേഴ്സ് പവർ ഓഫ് 10 ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ഇറ്റ് ആൻഡ് ഹെൻസ് റൈറ്റ്സ് ഡെസിമൽ ഫോം. അതായത് 10നോട് 10ന്റെ കൃതി ഛേദമായി വരത്തക്ക രീതിയിൽ നമ്മൾ ഇതിന്റെ ദശാംശ രൂപം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ 10 പവർ ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10ന്റെ കൃതി. അപ്പൊ 10⁻1 10⁻2 10⁻3 എക്സെട്ര ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ നമുക്ക് 10 അപ്പൊ ഛേദം ഡിനോമിനേറ്റർ ഛേദം 10ന്റെ കൃതിയായിട്ട് നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. അപ്പൊ അത് കണ്ടുപിടിക്കുന്നതിന് ഈ ന്യൂമറേറ്ററിനെ 10 കൊണ്ട് ഗുണിക്കുക, ന്യൂമറേറ്ററിന്റെ അടുത്ത് 100 കൊണ്ട് ഗുണിക്കുക, അടുത്ത് 1000 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ഇതിന് എങ്ങനെ എഴുതാം? നമുക്ക് 200/3 10 ഗുണിക്കാം. അത് 20/3 ഇത് നമുക്ക് 1/10 കൊണ്ട് ഗുണിക്കാം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് 3 2 കിട്ടും. നമുക്ക് 0 വെട്ടിപ്പോ ബാക്കി 3 2 തന്നെയാണ്. അപ്പം 20/3 × 1/10. ഇനി അടുത്ത് നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 200/3 × 1/100. ഇനി നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ഇതിനെല്ലാം നമുക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാം. അപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് 10 ആയി 10ന്റെ പവർ ഓഫ് 10 10ന്റെ കൃതിയായി മാറുന്നു. അടുത്ത 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 2000/3 × 1/, അടുത്ത എത്ര ആയിരിക്കും ഡിനോമിനേറ്റർ? നിങ്ങൾക്ക് അറിയാം. കൂടെ വരുന്ന എത്ര ആയിരിക്കും? 1000. ഇനി ഇതിന് നമ്മൾ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പൊ ഇതിന് നമുക്ക് 20/3 നമുക്ക് 20യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 6 3 18 2 0 കൊടുക്കാൻ വേണ്ട. അടുത്ത വരും നമുക്ക് 6 18 2. അപ്പൊ ഇതിന്റെ നമുക്ക് ഇതിനെ ഇവിടെ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം. നമുക്ക് 20യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ടൈം 6 പ്രാവശ്യം 6 3 18 ശിഷ്ടം എത്ര? 2. അപ്പൊ നമുക്ക് 6 + 3 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇതിന് നമുക്ക് 6 കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു അതുവരെയും കൂടെ പറയണം. 6 + 3 2 ഇൻറ്റു നമുക്ക് 6 + 3 2 6 3 2 6നോട് 3 2 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 20/3. അതിനെ ഇനി എന്ത് ചെയ്യണം? 1/10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 1/10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്യണം. 1/10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 6 × 1/10. 6 × 1/10 എന്ന് പറയുന്നത് 6/10 പ്ലസ് ഇനി 2/3യെ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3 2നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2/, നമുക്ക് 2 × 1 2 3 × 10 30. മനസ്സിലായല്ലോ? ഇത് ഏതിന് തുല്യമാണ്? 3 2ന് തുല്യമാണ്. നമുക്ക് 3 2 എന്ന് എഴുതാം. ഇത് നമുക്ക് 10 6 വെളിയെടുക്കാം. 10 6 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 6/10 നമുക്ക് ഇവിടെ നമുക്ക് പവർ ഓഫ് 10 ആണ്. നമുക്ക് 10ന്റെ കൃതി, അതായത് ഛേദം 10 100 1000 എന്ന് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ മാറ്റി എഴുതിയാണ് ചെയ്യേണ്ടത്. 2/3 നമുക്ക് പ്ലസ് സമത്തിനപ്പുറം പോകുമ്പോൾ എന്താകും? -2/30. ഇവിടെ നമുക്ക് നിർത്തണം. അപ്പൊ ഇവിടെ കിട്ടുന്നത് നമുക്ക് 6/10. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത 200/3 ഇത് നിങ്ങൾക്ക് ഓർമ്മിച്ചിരിക്കാം. ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് 200
ബൈ 3 ഇൻറ്റു 1/100. 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 200നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 3 18 2 20 6 3 18 2. അപ്പൊ നമുക്ക് കിട്ടുന്നത് 66 പ്ലസ് 2/3. ഇതിനെ 1/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 66നെ 1/100 കൊണ്ട് ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 66/100 ഇൻറ്റു 2/300 ഈക്വൽ ടു 2/3. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ആണ്. പ്ലസ് ഇനി 66/100 ഈക്വൽ ടു 2/3 മൈനസ് 2/300. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഇത് കിട്ടുന്നു. മനസ്സിലായോ? നേരത്തെ കിട്ടിയത് 6/10. ഇനി ഇത് നമുക്ക് ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് 1000 അവിടെ 2000. ഞാനിത് മാറ്റി എഴുതുകയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 6/10 കിട്ടി. അടുത്ത നമുക്ക് 66/100 66/100. അടുത്ത നമുക്ക് ഇതിനെ 1000 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2000 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1/1000. അപ്പം 2000 നമുക്ക് 3 കൊണ്ട് ഇതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 കൂടെ കിട്ടിയങ്ങ് പോകും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 666 ഡിവൈഡഡ് ബൈ 1000. ഇതിന് പ്ലസ് ചെയ്യാം. നമുക്ക് പ്ലസ് 2/3 ഇൻറ്റു 1/1000. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് പവർ ഓഫ് 10 ഉപയോഗിച്ചാണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്യണം. അപ്പോൾ 666 പ്ലസ് 2/3 ഇൻറ്റു 1/1000. ഇനി ഇതിനെ നമ്മൾ ഈ ബ്രാക്കറ്റിന് അകത്തുള്ളതിന് ബ്രാക്കറ്റ് വെളിയിലുള്ള എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 666/1000 പ്ലസ് ഇനി ഇതിനെ ഇതുകൊണ്ട് വിളിക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന 2/3000 ഈക്വൽ ടു 2/3. ഇനി നമ്മള് 666 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 2/3 മൈനസ് 2/3000. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും. നോക്ക്, ആദ്യം നമുക്ക് കിട്ടിയത് അപ്പൊ ഇനി ഇവിടെ കിട്ടിയത് നമുക്ക് ഇതാണ്. അപ്പൊ ഇത് 10ന്റെ കൃതിയായി 10ന്റെ കൃതിയായി മാറി പവർ ഓഫ് 10. അപ്പൊ നമുക്ക് 6/10 66/100 666 ഡിവൈഡഡ് ബൈ 1000 ഇങ്ങനെ പോകും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലോസർ ആൻഡ് ക്ലോസർ ടു 2/3. അതായത് ഇതെന്ന് പറയുന്നത് നമുക്ക് 3-1 അടുത്തടുത്ത് വരുന്നു. ക്ലോസർ ആൻഡ് ക്ലോസർ ടു 2/3. അതുകൊണ്ട് നമുക്ക് therefore 2/3 ഈക്വൽ ടു 0. ഈ അവസാനം വരുന്ന അങ്ങോട്ട് എഴുതാം. 6 6 6 എക്സെട്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പം 2/3യുടെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കുന്നതിന് പവർ ഓഫ് 10 ഡിനോമിനേറ്റർ പവർ ഓഫ് 10 ആകത്തക്ക രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് 3-2 ആണെങ്കിൽ 3-20 20/3നെ 10 കൊണ്ട് ഗുണിക്കുക. അടുത്ത് 200/3 100 കൊണ്ട് ഗുണിക്കുക. 2000
ബൈ 3 ഇൻറ്റു 1001. ഇതുപോലെ തന്നെ ഏത് വന്നാലും ഇപ്പൊ അടുത്തതാണ് നമ്മൾ 3/5 വന്നിരിക്കട്ടെ. 3/5 2/5 എടുക്കാം. നമുക്ക് 2/5 കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ആദ്യം 20/5 അടുത്ത 200/100 നമ്മൾ ഇത് നോക്കി എഴുതുക. 20/5 ഇൻറ്റു 1/10. അതുപോലെ 200/5 ഇൻറ്റു 1/1000. ഇങ്ങനെ നമ്മൾ എടുത്ത് എഴുതണം. ഇതുപോലെ എഴുതി ചെയ്യണം. പക്ഷെ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ കണ്ടെത്താം. എക്സാമിനേഷന് പവർ ഓഫ് 10 വന്നിട്ട് ക്ലോസർ ആൻഡ് ക്ലോസർ ടു 1/3 എന്നോ ഇങ്ങനെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ആൻസർ കണ്ടെത്തണം. അല്ലാതെ ഇതിന്റെ വെറുതെ നമുക്ക് ഡെസിമൽ ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് നോക്കുക 2/3 നമുക്ക് 2/3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 2 പോകില്ല. അപ്പൊ 0 പോയിന്റ് ഇവിടെ 0 കൊടുക്കണം. അപ്പൊ 6 18 2 വീണ്ടും 0 കൊടുക്കുക. 6 18 വീണ്ടും 2 6 18 വീണ്ടും 2 ഇങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് 3 2ന്റെ ആൻസർ എന്ന് പറയുന്നത് ഡെസിമൽ ഫോം എന്ന് പറയുന്നത് ദശാംശ രൂപം എന്ന് പറയുന്നത് 0.66 എക്സെട്ര ഇങ്ങനെ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. മനസ്സിലായല്ല? അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യമാണ് പരീക്ഷയ്ക്ക് ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യണം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ന്യൂമറേറ്ററിനെ അതായത് അംശത്തെ 10 100 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 1/10 1/100 1/1000 കൊണ്ട് എന്ത് ചെയ്യണം മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ ന്യൂ ഫോംസ് എന്ന് പറയും. അതായത് പുതിയ രൂപം ദശാംശത്തിന്റെ പുതിയ രൂപം അതായത് പുതിയ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മാർഗമാണ് ഇത്. നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താം. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചു നിർത്തിയത്. അടുത്ത രീതി ഇതേ രീതി തന്നെയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നതിന് ഇതേ മെത്തേഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഞാൻ വേറൊരു ഡെസിമൽ ഫോം നമുക്ക് 1/9 നമ്മൾ കണ്ടുപിടിച്ചു. 1/9 ആൻസർ എന്ന് പറയുന്നത് 1നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. 0.019 10 1 0 വീണ്ടും കൊടുക്കുക. 1 10 9 1 വീണ്ടും 0 കൊടുക്കുക 10. അപ്പൊ നമുക്ക് വീണ്ടും 1 10. അപ്പൊ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇതിന്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ ക്രിയകൾ ഇങ്ങനെ തുടർന്നു കൊണ്ട് പോകുന്നു. അപ്പോൾ 1/9 = 0.111 എക്സെട്ര കിട്ടും. മനസ്സിലായല്ല? അപ്പൊ 1/9 = 0.111 എക്സെട്ര എന്ന് കിട്ടുന്നു. മനസ്സിലായല്ല? അപ്പൊ നമുക്ക് ഇതിന്റെ ഡിനോമിനേറ്റർ പവർ ഓഫ് 10 ഉപയോഗിച്ച് ചെയ്താൽ ഇതേപോലെ ആൻസർ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇനി നമുക്ക് 2/9 നമുക്ക് ഇതിന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. 2നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് 1/9 = 0.111 എക്സെട്ര ഇത് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 2/9 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 × 1/9 എന്ന് എഴുതിക്കൂടെ? 2 × 1/9 നോക്ക്. ഈ 2ന്റെ ഡിനോമിനേറ്റർ 1 ആണ്. അപ്പം 2 × 1 = 2. 1 × 9 9. അപ്പൊ നമുക്ക് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 2/9 എന്ന് പറയുന്നത് = 2 × 1/9. ഇനി ഇത് നമുക്ക് അപ്പം 2/9
9ന്റെ ഡെസിമൽ ഫോം ഓഫ് 2/9 നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ എഴുതാം? 2 into 0. നമുക്ക് 1/9 എന്ന് പറഞ്ഞാൽ 0.111 എക്സെട്ര എക്സെട്ര. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് 0.222 എക്സെട്ര എക്സെട്ര കിട്ടും. മനസ്സിലായല്ലോ? അപ്പം 1/2 1/9 2/9 അത് നോക്ക് 3/9 3/9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 3/9 എന്ന് പറഞ്ഞാൽ 3/1 3/1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പൊ 3/9 എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ചാണെങ്കിൽ 3 into 1/9 അല്ലേ ഈക്വൽ ടു 3 into 1/9 എന്ന് പറയുന്നത് 0.111 എക്സെട്ര എക്സെട്ര. 1/9 ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 0.1111 എക്സെട്ര എക്സെട്ര ഈക്വൽ ടു 0.333 എക്സെട്ര എക്സെട്ര. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. 1/9 എന്ന് പറഞ്ഞാൽ അറിയാം 2/9. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുകയാണ്. 7/9 എന്ന് എഴുതിയിരിക്കുകയാണ്. 7/9 ഇതിന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ പറയും, പെട്ടെന്ന് പറ. ഈ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് 7/9 എങ്ങനെ എഴുതാം ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ഇങ്ങനെ എഴുതാം. നമുക്ക് 0.777 എക്സെട്ര എക്സെട്ര എന്ന് എഴുതാമല്ലോ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ ഓപ്പറേഷൻ എഴുതാതെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് 7/9 എന്ന് പറയുന്നത് 0.777 എക്സെട്ര എക്സെട്ര എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കണക്ക് എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 9/9 എന്ന് പറഞ്ഞാലാ 9/9 ഈക്വൽ ടു 1. 9/9 എന്ന് പറയുന്നത് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്ക് 1നോട് അടുത്തടുത്ത് വരുന്നു. 9/9. ഇനി 10/9 ആണെങ്കിൽ 10/9 നമ്മൾ എങ്ങനെ എഴുതും? 10/9 അതായത് നമുക്ക് ഇതിനെ 1 plus 1/9 എന്ന് എഴുതാം അല്ലേ? 1 plus 1/9 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 1 plus 1/9 ഡെസിമൽ ഫോം എങ്ങനെ എഴുതും? 0.111 എക്സെട്ര എക്സെട്ര ഈക്വൽ ടു ഇതിനോടുകൂടെ ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും? 1.111 എക്സെട്ര എക്സെട്ര. അല്ലെങ്കിൽ നമുക്ക് 10നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും. 10നെ 9 കൊണ്ട് ഹരിച്ചാലും കിട്ടും. ഒരു പ്രാവശ്യം 1 ഇനി പോയിന്റ് കൊടുക്കുക 0 1 ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകും. 1.111 എക്സെട്ര എക്സെട്ര എക്സെട്ര. മനസ്സിലായല്ലോ? അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കണക്കുകൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ 1/9 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ഓർമ്മയാണ് 0.111 എക്സെട്ര എക്സെട്ര. അപ്പൊ 0. അടുത്ത് 6/, അങ്ങനെയാണെങ്കിൽ 6/9 ആണെങ്കിൽ 0.666 എക്സെട്ര എക്സെട്ര. 7/9 0.7 എക്സെട്ര എക്സെട്ര. അതായത് ഇതിനെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കണം. അറിയാമല്ലോ 1 ഒന്നായി. അപ്പൊ 1 1 1 ഇന്ന ന്യൂമറേറ്റർ ആണ്. നമുക്ക് പോയിന്റ് ഇട്ടിട്ട് ന്യൂമറേറ്റർ അങ്ങ് എഴുതുക. പോയിന്റ് ഇട്ടിട്ട് ന്യൂമറേറ്റർ അങ്ങ് എഴുതുക. പോയിന്റ് ഇട്ടിട്ട് ന്യൂമറേറ്റർ അങ്ങ് എഴുതുക. അതായത് അംശങ്ങൾ പോയിന്റ് എഴുതിയതിനു ശേഷം അംശത്തിൽ വരുന്ന ആ സംഖ്യ അങ്ങ് എഴുതിയാലും മതി. ഒരു ചുരുക്കി പറഞ്ഞാൽ മനസ്സിലായാലും. അപ്പൊ കിട്ടിയ രീതിയാണ് ഇത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1/9 എന്താണ്? 2/9. അപ്പൊ 3/9. ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ശരി. ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. റൈറ്റ് ദ റിസൾട്ട്സ് ഓഫ് ദി
write the results of the operations below as decimals. Write the results of the operations below as decimals. ചുവടെയുള്ള ക്രിയാഫലങ്ങൾ കണക്കാക്കി ദശാംശ രൂപത്തിൽ എഴുതുക. ചുവടെയുള്ള ക്രിയാഫലങ്ങൾ കണക്കാക്കി ദശാംശ രൂപത്തിൽ എഴുതുക. അവിടെ നമുക്ക് ക്രിയാഫലങ്ങൾ അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, ആ ഓപ്പറേഷൻസ് എഴുതിയതിനു ശേഷം മാത്രമേ ഉത്തരം എഴുതാവൂ. പക്ഷെ 1/9 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ. അപ്പൊ 0.111 എക്സെട്ര എക്സെട്ര. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ 1/9 നിങ്ങൾക്ക് നേരിട്ട് എഴുതാൻ കഴിയും. പക്ഷെ ഇവിടുത്തെ ക്രിയാഫലം അതെങ്ങനെയാണ് വന്നത് എന്നുള്ള രീതി അനുസരിച്ച് കിട്ടിയത് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പുതിയ ഫോമിൽ എഴുതുന്നത്, ആ ഐഡിയ, ആ ആശയം ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 1, 0.11 എക്സെട്ര എക്സെട്ര പ്ലസ് 0.222 എക്സെട്ര എക്സെട്ര. 1.11 എക്സെട്ര എക്സെട്ര അധികം 0.222 എക്സെട്ര എക്സെട്ര. നമുക്ക് ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്ക് ആഡ് ചെയ്യണം. ഇത് നമുക്ക് ആഡ് ചെയ്യണം. മനസ്സിലായോ? നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാം. 2 3 ഉത്തരം ആൻസർ പെട്ടെന്ന് എഴുതാൻ കഴിയും. 0.3333 വരും. പക്ഷെ അതിന്റെ ക്രിയാഫലങ്ങൾ കണക്കാക്കി ഓപ്പറേഷൻസ് ക്രിയാഫലങ്ങൾ നമ്മൾ കണക്കാക്കി അതിന്റെ ആൻസർ എഴുതണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ക്രിയാഫലം എന്ന് പറയുന്നത് 0.111 എക്സെട്ര എക്സെട്ര അത് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ഇതിന്റെ ഫ്രാക്ഷൻ എഴുതണം, ഇതിന്റെ ഭിന്ന രൂപം എഴുതണം. ഭിന്ന രൂപം എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്. 0.111 നേരത്തെ പറഞ്ഞു. അപ്പൊ 1/9 പ്ലസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2/9 ഈക്വൽ ടു 3/. നോക്ക്, ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സ് ആർ സെയിം, ഛേദങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് അംശങ്ങൾ കൂട്ടിയാൽ എഴുതിയാൽ മതി. അംശങ്ങൾ കൂട്ടി എഴുതുക. 2 1 3 9. അപ്പൊ 9 3 കിട്ടി. അപ്പൊ നമുക്ക് 9 3 3/9 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെസിമൽ ആസ് ഡെസിമൽ എന്നാണ് കൊടുത്തത്. അത് ദശാംശ രൂപത്തിൽ എഴുതാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.333 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇത് നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താലും ഇങ്ങനെ തന്നെ എഴുതാം. പക്ഷെ നമുക്ക് അതിന്റെ ഓപ്പറേഷൻസ് ക്രിയാഫലങ്ങൾ എഴുതി കണക്കാക്കി നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. മനസ്സിലായില്ല? അപ്പൊ ഇതാണ് ആൻസർ. അടുത്ത രണ്ടാമത്തത് 0.333 എക്സെട്ര എക്സെട്ര പ്ലസ് 0.777. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? ചോദ്യം ഇതാണ്. 0.333 എക്സെട്ര എക്സെട്ര അധികം 0.777 എക്സെട്ര എക്സെട്ര. അതായത് ഇവിടെ 3 ആവർത്തിച്ചു പോകുന്നു, കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇവിടെ 7 ആവർത്തിച്ചു പോകുന്നു. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ എഴുതണം, ഭിന്ന രൂപം എഴുതണം. ഭിന്ന രൂപം എഴുതാൻ നമുക്കറിയാലോ. 9/3 3/9 പ്ലസ് ഇതാണെങ്കിൽ 7/9 ഈക്വൽ ടു 7 3 കൂടെ കൂട്ടുമ്പോൾ 10 9/10 അല്ല 10/9. അപ്പം 10/9 10/9 10/9 എന്ന് പറയുന്നത് ആൻസർ എത്രയായിരിക്കും? ഇത് നേരത്തെ എഴുതിയിട്ടുണ്ട്. നോക്കുക, 9 1 പ്ലസ് 1/9 ഇതാണ് ഇതിന്റെ ആൻസർ. ഈക്വൽ ടു 1.111 എക്സെട്ര എക്സെട്ര എക്സെട്ര.
ഇതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണിത്. നമ്മൾ ഇതിന്റെ ആശയം ഐഡിയ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് എഴുതാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. .333 etc. into 0.666 etc. ഇവിടെ നോക്കാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ ഡെസിമൽ നമ്പറിനെ ഈ ഡെസിമൽ നമ്പർ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ നമുക്ക് ഗുണിക്കാം. അപ്പം ഈ ദശാംശ സംഖ്യയെ ഈ ദശാംശ സംഖ്യ കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇതിനെ ഗുണിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഇത് എളുപ്പ രീതിയിൽ ചെയ്യാനുള്ള ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കാതാണ്. 6 12 ഇങ്ങനെ ഗുണിച്ചെഴുതണം. അപ്പൊ നമുക്ക് കുറച്ച് സമയം എടുക്കും. പക്ഷെ അതിനേക്കാൾ എളുപ്പ രീതി എന്ന് പറയുന്നത് നമുക്ക് ഈ ഫ്രാക്ഷനെ ഈ ഡെസിമലിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് 3/9 ഇൻറ്റു കണ്ടല്ലോ 3/9. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 6/9. ഇനി നേരത്തെ നമ്മൾ അങ്ങ് ഗുണിച്ചെഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനെ വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. നോക്ക, ഈ 3 ഇത് കൂടെ കിട്ടുമ്പോൾ എത്ര? 3 3 9 3 പ്രാവശ്യം. ഇനി ഇത് 3 പ്രാവശ്യം, ഇത് 2 പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 2/3 എന്ന് കിട്ടി. 2/3യുടെ ഡെസിമൽ ഫോം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2/3യുടെ ഡെസിമൽ ഫോം എന്ന് പറയുന്നത് 2നെ 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നോക്ക 1 into 2 2. ഇനി ഇവിടെ ഒരു 3 ഉണ്ട്. 3 into 3 9. ഇതാണ് ആൻസർ. നോക്ക്, ഒരിക്കൽ കൂടെ നോക്ക്. 3/9 into 6/9. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 3 ഒരു പ്രാവശ്യം, 9 3 പ്രാവശ്യം. ഇവിടെ നോക്ക്, ഇത് നമുക്ക് 6 3 2 പ്രാവശ്യം, 9 3 പ്രാവശ്യം, 3 9. ഇനി നമുക്ക് ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 3 3 ആണ്. 3 കൂടെ 3 9 1 ഗുണം 2 2 9. ഇനി നമുക്കറിയാം 2/9 ആൻസർ എത്രയാണ്? 2/9 0.222 etc. ഇതാണ്. മനസ്സിലായോ? നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഐഡിയ മനസ്സിലാക്കിയാലേ നമുക്ക് എഴുതാൻ പറ്റൂ. 1/3 നോക്ക്, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ പറഞ്ഞു. നോക്ക്, 0.333 etc. into 0.666 etc. അപ്പൊ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന് നമുക്ക് ഈ ഡെസിമലിനെ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതി ഭിന്ന രൂപത്തിൽ എഴുതി. അപ്പൊ ഭിന്ന രൂപത്തിൽ 9 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ 9 6. ഇനി നോക്ക്, ഈ 3 3 ഒരു പ്രാവശ്യം, 9 3 പ്രാവശ്യം, 3 9 ഇൻറ്റു 6 3 2 പ്രാവശ്യം, 9 3 പ്രാവശ്യം, 3 9. ഇനി നോക്ക്, ഈ 1നെ 2 കൊണ്ട് പിടിക്കുമ്പോൾ 2 2 3 3 9. അപ്പൊ നമുക്ക് 2/9 എന്ന് കിട്ടി. 2/9, അതായത് 2/9 എന്ന് പറയുന്നത് 0.222 etc. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ തന്നെ കിട്ടും. ഈ രീതിയിലാണ് ആൻസർ എഴുതേണ്ടത്. നിങ്ങൾ 10 പ്രാവശ്യമൊക്കെ എഴുതി പഠിക്കണം. 5 10 മനസ്സിലാകുന്നത് വരെ എഴുതി പഠിക്കുക. ഐഡിയ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 0.33 എന്ന് പറഞ്ഞാൽ 3/9 ആണ്, 6/9 ആണ്. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ആൻസർ എഴുതാൻ എളുപ്പമായിരിക്കും. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. 0.333 etc. the odd
സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ ആണ്. ഈ ഡെസിമൽ ഫോമിന്റെ സ്ക്വയർ എടുത്താണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ 0.3333 etc into 0.3333 etc ഇതിനെ ഇതുകൊണ്ട് ഈ ഡെസിമലിനെ ഈ ഡെസിമൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സ്ക്വയർ കിട്ടുന്നത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുടിച്ച് പോകുമ്പോൾ എന്താണ് ഇത്തിരി സമയം എടുക്കേണ്ടത്. അതിനേക്കാൾ എളുപ്പ രീതി എന്ന് പറയുന്നത് നമുക്കിതിനെ ഈ ഡെസിമലിനെ നമ്മൾ ഫ്രാക്ഷനിലാക്കി മാറ്റാല്ല. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ ഏതാണ്? 3/9 അല്ലേ? 3/9 നമ്മൾ പഠിച്ചു. അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക. ഹോൾ സ്ക്വയർ എടുക്കുക. അപ്പൊ നമുക്ക് 3/9 into 3/9 എന്ന് എഴുതാം. തന്നില്ല 3/9 3/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് അതായത് ഇത് 1 ടൈം ഇത് 3, ഇത് 1, ഇത് 3. അപ്പൊ ഇവിടെ നോക്ക്, ഇനി ന്യൂമറേറ്ററുകളെ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്ക് 1 × 1 1, അംശങ്ങൾ തമ്മിൽ ഗുണിച്ച് അംശമായി എഴുതുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ച് ഛേദമായിട്ട് എഴുതുക. അപ്പൊ 3 × 3 9, 9 1. അപ്പം 1/9 എന്നാണ് കിട്ടിയത്. 1/9 ആൻസർ നിങ്ങൾക്കറിയാം. 1/9 ആൻസർ എത്രയാണ്? 0.11 etc. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് അത് ഗുണിക്കാൻ നിൽക്കണ്ട, അതിന്റെ ഫ്രാക്ഷനിലാക്കി മാറ്റുക, അതിന്റെ സ്ക്വയർ എടുക്കുക, പിന്നെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് 1/9 ഡിനോമിനേറ്റർ നമുക്ക് 9 ആയിട്ട് കിട്ടുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ വരുമ്പോൾ 1/9 എന്ന് പറയുമ്പോൾ 0.1111 etc എന്ന് പോകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നെക്സ്റ്റ് root of 0.444 etc. ഇത് റൂട്ടിനകത്താണ്. റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2 നമുക്ക് എഴുതാൻ അറിയാം. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3, റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1. പക്ഷെ ഇതിന്റെ ആണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ ബുദ്ധിമുട്ടല്ലേ? ഇതിന് ആൻസർ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇതിന്റെ ഡെസിമൽ ഫോം എഴുതാം. അപ്പൊ ഡെസിമൽ ഫോം തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രാക്ഷൻ എഴുതാം. അപ്പൊ ഇതിന്റെ ഭിന്ന രൂപം എഴുതുമ്പോൾ നമുക്ക് 0.444 etc എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഡിനോമിനേറ്റർ 9 ആയിരിക്കും. 4/9 എന്ന് പറയും. ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ ആദ്യം ന്യൂമറേറ്ററിന്റെ എത്രയാണ്? റൂട്ട് 4 2, റൂട്ട് 9 3. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2/3 എന്ന് കിട്ടുന്നു. 2/3 ഡെസിമൽ ഫോം നമുക്ക് 2/3 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 0.06318 20 വീണ്ടും 20 3 6 പ്രാവശ്യം അങ്ങനല്ല 18 വീണ്ടും 2. അപ്പം ഇതിന്റെ റിമൈൻഡർ നമുക്ക് 2 തന്നെ കിട്ടി പോകുന്നു. അതായത് നമുക്ക് 6 എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് പറയാം 0.666 etc എന്ന് കിട്ടുന്നു. ഇങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായി? അപ്പം ഇതിന്റെ ക്രിയാഫലം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് 4/9 ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 2/3 എന്നാകുന്നു. 2/3 ഡെസിമൽ ഫോം എന്ന് പറയുമ്പോൾ 0.666. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നിങ്ങൾ 10 പ്രാവശ്യം ഇത് എഴുതി പഠിക്കുക. ഈ ഐഡിയ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? 10 പ്രാവശ്യം എഴുതി പഠിക്കുക. ശരി.